ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ മനുവിനെ മദ്രസക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. 6:30 കേട്ടോ എനിക്ക് മദ്രസ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓനെ ആക്കി വന്നതിന് ശേഷമാണ് ഞാൻ ചായക്കൊക്കെ വെള്ളം വെക്കുന്നത്. ഓനക്ക് ചായനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ മദ്രസക്ക് പോകുന്ന സമയത്ത് ഒന്നും കുടിക്കാതെയാണ് കേട്ടോ പോകല്. അപ്പോൾ തന്നെ ഇതാ ആദ്യമൊക്കെ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നീച്ച് വന്നപ്പോൾ തന്നെ ആളെ മൂഡ് വലിയ ശരിയല്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പുറത്ത് പോയിട്ടാണ് ബ്രഷ് ചെയ്യൽ. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നു. അപ്പോൾ പിന്നെ സിങ്കിൻ്റെ അവിടെ കയറ്റിയിരുത്തി കൊടുത്തിക്കാണ് കേട്ടോ. ഇന്നെ ബ്രഷ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ ഓൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് തേക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. മനുവിനും ഹാദിക്കും പൂരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അത്ര തന്നെ പൂരി അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. രാവിലെ തന്നെ എന്തെങ്കിലും പൊരിച്ചത് അങ്ങനെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇവർ കറിയില്ലാന്നുണ്ടെങ്കിലും അങ്ങനെ കഴിക്കും കേട്ടോ. പിന്നെ തലേന്നത്തിൽ ബാക്കി ഉണ്ടായിരുന്നു ചിക്കൻ കറി. അപ്പോൾ പിന്നെ ഇന്ന് വലിയ റിസ്ക് ഇല്ല കേട്ടോ. രാവിലെ ചായയും കടി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. എനിക്ക് കറി ഉണ്ടാക്കാനാണ് കേട്ടോ വലിയ പണിയായിട്ട് തോന്നൽ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? കറി തലേന്നത്തൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു ആശ്വാസമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നൽ. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കുകയും ചെയ്യണേ. അങ്ങനെ പൂരിയുടെ മാവ് ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ് മടക്കാൻ വേണ്ടിയിട്ട് പോന്നിക്കുകയാണ്. ഞാനിങ്ങനെ എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ മുന്നിലും പിന്നിലും ഹാദി ഉണ്ടാവും കേട്ടോ. മാനും കൂടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓനുണ്ടാവും എൻ്റെ ഒപ്പം. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മടക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ തലേന്നത്തെ ചിക്കൻ കറി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്നു. പിന്നെ പൂരി ആയിട്ടുണ്ട് കേട്ടോ. പൂരി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ പൂരി അതിന് ശേഷം ആദ്യമൊക്കെ ചായ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അതുപോലെ ഒരു ബോട്ടിൽ രാവിലെ തന്നെ വെള്ളമാക്കി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ നമ്മൾ ഈ പണിയുടെ തിരക്കിലൊക്കെ ആയിട്ട് വെള്ളം കുടിക്കാൻ മറക്കും ചെയ്യും. ഇത് ഞാൻ അങ്ങനെ ബോട്ടിലാക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുള്ളൂ കുടിക്കാൻ. അപ്പോൾ അങ്ങനെ ഇതാക്കലാണ് കേട്ടോ. അങ്ങനെ അതിനിടയിൽ എൻ്റെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രം കഴുകുകയാണ് കേട്ടോ ഞാൻ. പാത്രം കഴുകലൊക്കെ അങ്ങനെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. പൂരി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ സ്റ്റൗമ്മ കൂടി ആകെ എണ്ണ എൻ്റെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് ഞാൻ. അങ്ങനെ കൗണ്ടർ ടോപ്പും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് അടുക്കളയിൽ നിന്ന് അടിച്ചു വാരിങ്ങാണ്ട് ഇടുകയാണ് കേട്ടോ. അടുക്കളയിലത്തത് രാവിലത്തത് ഏകദേശമൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് അടുക്കള വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത യുദ്ധത്തിന് ഉച്ചക്കത്തിനുള്ളത് വരാനായി. എന്നാലും രാവിലത്തത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുക്കള ക്ലീനായി കിടക്കുന്നത് കണ്ടാൽ മനസ്സിന് റാഹത്താണല്ലോ അല്ലേ നമുക്ക്. എൻ്റെ ഹാദിക്കും എൻ്റെ വണ്ടികളൊക്കെ സോഫയിലിട്ട് കളിച്ചാലല്ലോ കേട്ടോ സമാധാനം കിട്ടൽ. ഇക്കാണെങ്കിൽ സോഫയിൽ ഇങ്ങനെ വണ്ടികൾ ഇതൊക്കെ കിടക്കണം കാണുമ്പോൾ തന്നെ ദേഷ്യം വരലാണ്. ഓന് ഈ സോഫയ്ക്ക് കയറും മറങ്ങും ചെയ്യണോണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പൊടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും തട്ടിക്കൊട്ടി ശരിയാക്കുകയാണ് ഞാൻ. അതിനിടയിൽ ഞാൻ വണ്ടികളൊക്കെ എടുക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ തൊടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മനു വരുമ്പോഴത്തേനും ഞാൻ വേഗം ഉള്ളിക്കൂടൊക്കെ ഒന്ന് അടിച്ചു വരിങ്ങാണ്ട് ഇടുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഉച്ചക്കത്തിന് കൂട്ടാനുണ്ടാക്കാമെന്ന് വിചാരിക്കണത്. അപ്പോൾ അതിക്കുള്ള സവാളയൊക്കെ ഒന്ന് തൊലി കളഞ്ഞങ്ങാണ്ട് എടുക്കുകയാണേ. അങ്ങനെ ഞാനിതാ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ മൺചട്ടിയിലാണ് ഞാൻ ചിക്കൻ വെക്കണത്. ഇത് മേടിച്ചിട്ട് പിന്നെ ഇതിൽ ഞാൻ മീൻകറി അല്ലാത്തതൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം ഇതിൽ ചിക്കൻ വെക്കാൻ. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ ചൂടായി കിട്ടിയപ്പോൾ ഉലുവയും വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ചിക്കൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉലുവയും വലിയ ജീരകം ഇട്ട് കൊടുത്താൽ ചിക്കൻ്റെ അത്ര തന്നെ പച്ചമണം കിട്ടലില്ല കേട്ടോ. പിന്നെ ചിക്കൻ എങ്ങനെയാണ് വെക്കണമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാവരും വെക്കണയൊക്കെ പോലെ തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ ഇതാ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇമ്മ തറവാട്ടിൽ നിന്ന് വന്നപ്പോൾ മുരിങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഉരിങ്ങാണ്ട് എടുക്കുകയാണ് ഞാൻ. കറി എന്താണെന്ന് വിചാരിച്ചങ്ങാണ്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മുരിങ്ങ കിട്ടിയത് കേട്ടോ. മുരിങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സമാധാനമാണല്ലേ കറിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങക്കറി. ഇവിടെ മക്കൾക്ക് കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഓരങ്ങനെ കൂട്ടും കേട്ടോ. ഓൾക്ക് കറിയും ഉപ്പേരിയൊന്നും വലിയ ആവശ്യമില്ല. എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കറി ഉപ്പേരിയൊക്കെ വെക്കൽ കേട്ടോ. ഓൾക്ക് മീനാണെങ്കിൽ മീൻ അങ്ങനെ കൂട്ടി കഴിക്കും ചോർക്ക്, അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ അങ്ങനെ കൂട്ടി കഴിക്കാറ് കേട്ടോ. പിന്നെ ഞാനിതാ മുരിങ്ങക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കിങ്ങാണ്ട് എടുക്കുകയാണ്. പിന്നെ ഞാനിതാ ചോറ് ഇന്നലത്തേൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ചെടുക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. ഇന്നലെ എന്താണെന്ന് അറിയില്ല ചോറിട്ടത് കുറച്ച് അധികമായിരുന്നു കേട്ടോ. പിന്നെ മാനൊന്നും ഇന്നലെ ഉച്ചയ്ക്ക് തിന്നിട്ടുണ്ടായിരുന്നില്ല ചോറ്. ഓന് നല്ല രാവിലെ ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതിൽ ബാക്കി ഉണ്ടായപ്പോൾ ഉച്ചക്ക് മോൻ അത് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പാടെ ബാക്കിയായതാണ്.
അപ്പോൾ നല്ല ചൂടായിക്കുക എന്ന് പറയുന്നത് തിളപ്പിച്ച് വെള്ളത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ പഴയ മണം, എന്താണ് പഴഞ്ചോറിൻ്റെ മണം എന്നൊക്കെ പറയില്ലേ, അത് അത്ര തന്നെ കിട്ടൂല കേട്ടോ. പിന്നെ അതാ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ 10 മണിപ്പൂവൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക രസമാണ് ഈ സമയമാകുമ്പോൾ ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോൾ ഞാൻ കിച്ചണ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിങ്ങാണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ജനലൊക്കെ നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഫോൺ തുറന്നാൽ ആകെ പാമ്പിൻ്റെതുകളാണ് കേൾക്കുന്നത്. അപ്പോൾ ഒക്കെ പേടിയാണ്. കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഞാൻ ജനലൊക്കെ തുറന്നിടൽ. അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.